നമസ്തേ. 1/5/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാൻ നിങ്ങൾ ഇതിലെന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം നോക്കുക. നിങ്ങളുടെ കമൻറ്റുകളെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ പലരും നാളും പേരും പറഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്, അവർക്ക് അതും ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങളുടെ ദശാകാലം എന്ന് മാറും എന്ന് ചോദിച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ നാളിതാണ്, എനിക്ക് എൻ്റെ ദശാകാലം മാറും, ഇതിപ്പോൾ രാഹുർദശയാണെന്നോ അതെന്നാണ് മാറുന്നതെന്നോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പറയട്ടെ, ദശാകാലം ജനിച്ച സമയവുമായി ബന്ധപ്പെടുത്തി നോക്കുന്ന കാര്യമാണ്. ജനിച്ച സമയവുമായി കറക്റ്റ് ചെയ്താൽ മാത്രമേ ദശാകാലങ്ങൾ ഏതാണെന്ന് കൃത്യമായി പറയുക സാധ്യമാവും. അതുകൊണ്ട് അത് ഈ വക കാര്യങ്ങളിൽ കമൻ്റായി ചോദിച്ചാൽ മറുപടി കിട്ടുന്നതല്ല. വ്യക്തിപരമായ ഫലങ്ങൾക്ക് കമൻറ്റിൽ മറുപടി ഇട്ടിട്ട് കാര്യമില്ല. അതെൻ്റെ വാട്സാപ്പിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യണം. നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ നോക്കുന്നതിനൊരു ഫീസ് ഉണ്ടായിരിക്കും. ഇത് ഒരു പൊതുഫലമാണ്. ഇത് സാമാന്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ കൂടുതൽ അറിയണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് ടൈമും ഒക്കെ വെച്ച് നോക്കിയാലാണ് നമുക്ക് പ്രത്യേകം പറയാൻ കഴിയൂ. അതുകൊണ്ട് ഇത് ഫോളോ ചെയ്യുക. ഇതിൽ കേൾക്കുന്നത് പറ്റുന്നില്ല, പോരാ എന്നാണെങ്കിൽ വാട്സാപ്പിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഇതാണ് ഇപ്പോൾ കമൻറ്റുകളുമായി ബന്ധപ്പെട്ടും പറയുവാനുള്ളത്. പിന്നെ ഇതൊന്ന് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിത് ഗുണകരമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കേൾക്കുന്നുണ്ട് ഇത് എല്ലാവരും, പക്ഷെ അത് നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിട്ടൊന്നും കാണുന്നില്ല. ഈ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുണകരമായതുകൊണ്ടാണ് നിങ്ങളത് കേൾക്കുന്നത്. അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. 1/5/2025 വ്യാഴാഴ്ച. ഇടവം മകരം രാശിക്കാർക്ക് ശുഭവും, വൃശ്ചികം കുംഭം രാശിക്കാർക്ക് മധ്യമവും, മേടം കർക്കിടകം തുലാം രാശിക്കാർക്ക് ദോഷവും, മിഥുനം ചിങ്ങം കന്നി ധനു മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ്. ഇനി നമുക്ക് വിശദമായിട്ട് നോക്കാം. മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടം രാശി. മേടം രാശിക്ക് ദോഷകരമായൊരു ദിവസമാണ്. അങ്ങനെ ദോഷകരമായ ദിവസമാണെങ്കിലും അവർക്ക് മനസ്സിന് ഒരു ശാന്തിയും സമാധാനവുമൊക്കെ കിട്ടും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും കഴിയും. എന്നാൽ അവർക്ക് ആത്മവിശ്വാസം പല കാര്യങ്ങളിലും കുറവായിരിക്കും. ഒരു അലസത അനുഭവപ്പെടും. ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. ഒരു പ്രതിരോധ ശക്തി കുറവ് മേടം രാശിക്കാർക്ക് ഉണ്ടാകും. അതേപോലെ സഹോദര സ്ഥാനീയരത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപകടങ്ങളുണ്ടാകാം. മറ്റുള്ളവരുമായി കലഹമുണ്ടാകാം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മുൻകോപത്തെ വളരെയധികം നിയന്ത്രിക്കണം. വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദിവസമല്ല. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് നഷ്ടമുണ്ടാക്കും. ധനപരമായ കാര്യങ്ങളിലൊക്കെ നേട്ടമുണ്ടാക്കാം. അതേപോലെ കുടുംബത്തിൻ്റെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കും. മക്കളിൽ നിന്നാണെങ്കിലും ജീവിത പങ്കാളിയിൽ നിന്നുമാണെങ്കിലുമൊക്കെ അതിനുള്ള മേന്മയുണ്ട്.
തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമായ സമയമല്ല മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് മേടം രാശിക്കാർ അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. ഒരു 2-2.5 വർഷക്കാലത്തേക്ക് തൊഴിൽ മേഖല അത്ര മേന്മ പറയാൻ കഴിയില്ല. തൊഴിൽ മേഖല എന്നല്ല, പൊതുവേയുള്ള അവസ്ഥ അത്ര അനുകൂലമൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് ഗുണകരമായിരിക്കും. എങ്കിലും പൊതുവെ ഈ ദിവസം തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. ഇനി ഇടവം രാശി. ഇടവം രാശിക്ക് അനുകൂലമായ ദിവസമാണ് കാർത്തിക അവസാന 3/4 ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗമാണ് ഇടവം രാശി. ഇടവം രാശിക്കാർക്ക് പൊതുവെ അനുകൂലമാണെങ്കിലും അവർക്ക് ശരീരവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. ഒരു ആത്മവിശ്വാസക്കുറവ് എന്ത് കാര്യത്തിലും ഉണ്ടാകും. അതേപോലെ എല്ലാ കാര്യത്തിലും ഒരു അലസതയായിരിക്കും, സംശയമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ഒരു കാര്യം ചെയ്യാനായിട്ട് തോന്നില്ല, അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ആസ്മ, മാനസിക അസ്വസ്ഥത തുടങ്ങിയുള്ളവർക്കൊക്കെ കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്ന ദിവസമാണ്. അതേപോലെ ഒരു പ്രതിരോധ ശക്തി പൊതുവേ കുറവായിരിക്കും. ഉദര സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. ആഹാരമൊക്കെ ഒരുപാട് കഴിക്കുന്ന ഒരവസ്ഥ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത്ര ഉദര കാര്യത്തിൽ ദഹനക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉദര സംബന്ധമായ അസുഖങ്ങൾക്ക്. എന്നാൽ പൊതുവെ സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കുന്ന സമയമല്ല. ശത്രുക്കളായിട്ട് നിൽക്കുന്നവരെയൊക്കെ തൻ്റെ മിത്രമാക്കി തീർക്കാൻ ഈ ദിവസം പരിശ്രമിച്ചാൽ കഴിയും. കടബാധ്യതയൊക്കെ കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ്. നന്നായി ശ്രദ്ധിച്ച വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് നേട്ടവും ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അനുകൂലം ആണ്. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ് എന്നുള്ളത് കൊണ്ട് ദൈവാധീനം ഉണ്ടാക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. മക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ ക്ഷേത്ര ദർശനവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താൽ പൊതുവെ അനുകൂലമായ ദിവസത്തെ കൂടുതൽ അനുകൂലമാക്കുന്നതിനായിട്ട് കഴിയും. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്ക് കഠിന ദോഷമാണ്. എങ്കിൽ പോലും അവർക്ക് ആരോഗ്യം മേന്മയുള്ളതായിരിക്കും. മനസ്സിന് ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടും. മാതൃപിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപരമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മനസ്സ് എല്ലാ കാര്യത്തിലും ഒരു പിന്തുണ നൽകി കൂടെ തന്നെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മനസ്വസ്ഥമായൊരു മനസ്സുണ്ടാവും. അഭിപ്രായ സ്ഥിരത ഉണ്ടാവും. അലസതയൊന്നും ഉണ്ടാകാതെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ആത്മവിശ്വാസം അനുഭവപ്പെടും. സഹോദര സ്ഥാനീയരൊന്നും മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകുന്ന ഒരു സമയം കൂടെയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചൊന്ന് ഉപയോഗിക്കുക. കാര്യം ഗുണകരമാണ്. വാക്കുകൾ ഉപയോഗിക്കാനൊക്കെ നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും. എങ്കിലും ഈ വാക്കുകൾ അനാവശ്യമായി ചാടുന്നതുകൊണ്ട് എടുത്തുചാട്ടം വരുന്നതുകൊണ്ടുള്ള ദോഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപകടങ്ങൾ, വാഹനങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോടിക്കുക. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ലഭിക്കാൻ പ്രയാസമാണ്. മക്കൾ മൂലം ചില കലഹങ്ങളുണ്ടാവാം. ജീവിത പങ്കാളിയുമായും ചില കലഹങ്ങളൊക്കെ ഉണ്ടാവാം. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ചന്ദ്രനാൽ കർമ്മഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന സമയമാണ്. അത് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണ്. അതുകൊണ്ട് ജാതകത്തിലെ 10ാം ഭാവം കൂടെ പരിശോധിച്ച് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നന്നായിരിക്കും. പരിഹാരം എന്ന് പറഞ്ഞാൽ വലിയ പരിഹാരങ്ങളൊന്നുമല്ല. ദൈവാധീനം ഏത് ദേവതയെ ഭജിക്കുക, ആ ദേവതയുടെ ക്ഷേത്രത്തിൽ പോവുകയോ ആ ദേവതയുടെ നാമം ജപിക്കുകയോ ചെയ്യുന്ന ലളിതമായ പരിഹാരങ്ങൾ ധാരാളം മതിയാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം മാത്രമേ മാറ്റം വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഏത് ദേവതയാണെന്ന് കണ്ട് അതനുസരിച്ചുള്ള നാമജപാതി കാര്യങ്ങളൊക്കെ ചെയ്ത് മേന്മയുള്ളതാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും മിഥുന രാശിക്കാർ ഈ ദിവസം ഉപയോഗിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം പുണർദം അവസാന കാൽഭാഗം പൂയം ഐല്യം. ഈ കർക്കിടകം രാശിക്കാർക്ക് ദോഷകരമായൊരു ദിവസമാണ്. എങ്കിലും അവരുടെ ആരോഗ്യം കുറച്ച് മേന്മയുള്ളതായിരിക്കും. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ നടത്താൻ കഴിയും. അലസതയൊന്നും കാര്യമായിട്ടുണ്ടാവില്ല. എന്നാൽ മനസ്സ് ഒരു സ്വസ്ഥത തരാത്ത ദിവസമായിരിക്കും. ആവശ്യമില്ലാത്ത ചിന്തകൾ മൂലം ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിട്ട് മനസ്സിലിട്ട് പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ മനസ്സ് അസ്വസ്ഥമായി വേണ്ടതൊന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥ കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ മനസ്സിനെ ഒന്ന് സ്വസ്ഥമാക്കുക. ആസ്മയും അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവരാണെങ്കിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം കർക്കിടക രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ശത്രുക്കളാവാം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം. കടബാധ്യത ഉണ്ടാവും. മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കരുത്. ഈ കർക്കിടകക്കൂറുകാർ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് അത് വളരെ ശ്രദ്ധാപൂർവം സ്വയം വിലയിരുത്തി മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ. മുൻകോപം മൂലം എടുത്തുചാട്ടം മൂലമൊക്കെ ചില പ്രശ്നങ്ങൾ കലഹങ്ങളൊക്കെ ഉണ്ടാവും. വാക്കുകൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കൊന്നും അനുകൂലമല്ല. എന്നാൽ ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളി അനുകൂലമാണ്. പൊതുവെ കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കും. തൊഴിൽ മേഖലയിൽ എന്ന അത്ര മേന്മയുള്ള സമയമൊന്നുമല്ല. തൊഴിൽ മേഖലയിൽ ചില ബന്ധനങ്ങളൊക്കെ അനുഭവപ്പെടുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തൊഴിൽ മേഖല ശ്രദ്ധിക്കുക. തൊഴിലാളികളൊന്നും അനുകൂലമായിരിക്കില്ല. സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് ദോഷമാണ്. ചിങ്ങം രാശിക്ക് ആരോഗ്യം അത്ര മേന്മയുള്ളതല്ല. ശരീരത്തിനൊരു പ്രതിരോധ ശക്തി അനുഭവപ്പെടും. പൊള്ളലൊക്കെ വരാതെ നോക്കുക. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങൾ ഒക്കെ ഉള്ളവർ, അത് പിത്ത സംബന്ധമായ അസുഖമുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഒരു വിളർച്ച അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. കുറച്ച് ജലം ധാരാളം കുടിക്കാനായിട്ട് ചിങ്ങൻ രാശിക്കാർ ഈ ദിവസം ശ്രദ്ധിക്കണം. എന്നാൽ ഇതൊക്കെ ശരീരത്തിന് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ പിതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയും അനുകൂലമായിരിക്കും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ, ചില നഷ്ടങ്ങൾ ഉണ്ടാക്കും. ശത്രുക്കൾ മൂലം ദോഷമുണ്ടാകുന്ന ഒരു സമയമാണ്. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതുകൊണ്ട് അതൊരു മേന്മയുണ്ടായിരിക്കും. ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങളെ ഉണ്ടാക്കും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. സഹപ്രവർത്തകർ അനുകൂലമല്ല. തൊഴിലാളികൾ അനുകൂലമല്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. ചിങ്ങൻ രാശിക്കാർ. ചിങ്ങൻ രാശിക്കാർക്ക് ദൈവാധീനക്കുറവുള്ളൊരു ദിവസമാണ് ശരിക്കും. അപ്പോൾ ദൈവാധീനം വരുത്തുന്നതിന് വേണ്ട കാര്യങ്ങൾ അവർ പ്രത്യേകം ചെയ്യുക തന്നെ വേണം. നാമജപമൊക്കെയാണ്, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം, ഇഷ്ടദേവതാ ദർശനം, അല്ലെങ്കിൽ തൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രത്തിലെ ദർശനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിരാശി. കന്നിരാശിക്ക് ദോഷകരമാണ്. ആരോഗ്യമൊട്ടും അനുകൂലമല്ല.
ഒരു ദഹനക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഉദര സംബന്ധമായ അസുഖങ്ങളുണ്ടാകും. ഗർഭാശയ സംബന്ധമായ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു പ്രതിരോധ ശക്തി കുറവുണ്ടാവും. ആത്മവിശ്വാസത്തോടെ ഒന്നും ചെയ്യാൻ തോന്നില്ല. അലസത ഉണ്ടാവും. അലസത കാരണം കൊണ്ട് പലതും മാറ്റിവെക്കുകയും വേണ്ട സമയത്ത് ചെയ്യാതിരിക്കുകയും ചെയ്യും. എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അഭിപ്രായ സ്ഥിരതയോടുകൂടി ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനും കഴിയും. സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും കാര്യമായിട്ട് ബാധിക്കുന്ന ദിവസമൊന്നുമല്ല. കടബാധ്യതയൊക്കെ കുറയ്ക്കാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ച എടുത്തുചാട്ടമൊക്കെ കുറച്ച് വേണ്ട നേട്ടങ്ങൾ ഉണ്ടാക്കാനും കഴിയും. എന്നാൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ. ആവശ്യമില്ലാതെ വാക്കുകൾ വീണാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. പൊതുവെ ധനപരമായി വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ദിവസമായിരിക്കും. തൊഴിൽ മേഖല അത്ര അനുകൂലമല്ല. തൊഴിലാളികൾ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. സഹപ്രവർത്തകർ മൂലം ചില പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല. ഇങ്ങനെ തൊഴിൽ രംഗത്ത് കുറച്ചധികം പ്രശ്നം കന്നിരാശിക്കാർക്ക് ഉള്ള ദിവസമാണ് ഇത്. ഇനി തുലാം. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്ക് ദോഷകരമായ ദിവസമാണ്. ശരീരം അനുകൂലമല്ല, മനസ്സ് അനുകൂലമല്ല. ഒന്നിനും ഒരു ആത്മവിശ്വാസമില്ലാത്ത ദിവസമായിരിക്കും. എല്ലാത്തിനും ഒരു സംശയമായിരിക്കും. ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. അലസത മൂലം പല കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാവും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ ഗുരുസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. അഭിപ്രായ സ്ഥിരതയോടൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല. ഈ ആസ്മയും മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യത വരുന്ന ദിവസമാണ്. മറ്റുള്ളവരുമായി കലഹമുണ്ടാകുന്ന ദിവസമാണ്. വാക്കുകളൊന്നും ശ്രദ്ധിച്ചാൽ നന്നായിട്ട് ഉപയോഗിക്കാം. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. പക്ഷേ തൻ്റെ വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കുകയും ശ്രദ്ധയോടെ ഉപയോഗിക്കുകയും ചെയ്യാൻ തുലാം രാശിക്കാർ ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ നേട്ടകരമാണ്. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാവും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ്. അങ്ങനെ പറയുമ്പോൾ ദൈവാധീനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം നാമജപം, തൊട്ടടുത്തുള്ള ക്ഷേത്രജപം, ക്ഷേത്രത്തിൽ ചെന്നിട്ട് അവരുടെ നാമം ജപിക്കുക, അത് അല്ലെങ്കിൽ ഭഗവാന് വേണ്ട വഴിപാടുകൾ ചെയ്യുക. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുക. ജീവിത പങ്കാളിയും മക്കളൊന്നും അനുകൂലമായിരിക്കില്ല. കലഹങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ മേഖല പൊതുവെ അനുകൂലമായി വരുന്ന ദിവസങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാക്കാൻ ഈ ദിവസവും കഴിയും. വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് മേന്മയുള്ള ദിവസമാണ്. ശരീരക്ഷീണമൊക്കെ ഒന്ന് കുറയുന്ന ദിവസമാണ്. സംശയലേശമെന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അലസതയൊന്നും ഉണ്ടാവില്ല. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷെ മനസ്സ് വേണ്ട രീതിയിലായിരിക്കില്ല. അപ്പോൾ എന്താ കുഴപ്പം? ആത്മവിശ്വാസം കൂടി ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു എടുത്തുചാട്ടമായി മാറും. അപ്പോൾ അങ്ങനെ എടുത്തു ചാടാതെ ഒന്ന് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. പിതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ഈ ആസ്മ, മാനസിക അസ്വസ്ഥത, വൃക്ക രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായ പല പ്രശ്നങ്ങളും വൃശ്ചികം രാശിക്കാർക്ക് ഉണ്ടാകാം. ശത്രുക്കൾ മൂലം ഉള്ള പ്രശ്നങ്ങൾ, സഹോദരന്മാർ തന്നെ ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ ശത്രുക്കളായി തീരുന്ന അവസ്ഥ
ഇതൊക്കെ ഉണ്ടാവാം. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശത്രുത ആരോട് തോന്നിയിട്ടും കാര്യമില്ല. നമ്മുടെ മനസ്സിൽ എല്ലാവരോടും ഒരു സ്നേഹവും ഒരു സന്തോഷവും ഒക്കെ തോന്നിയാൽ മനസ്സിനൊരു തൃപ്തി ഉണ്ടാവും. ഇത് എല്ലാവരോടും മനസ്സിന് ദേഷ്യം തോന്നുക, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് ശത്രുക്കളാണെന്ന് ഇങ്ങനെ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് ഒരു സ്വസ്ഥത അനുഭവപ്പെടില്ല. അപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ ശത്രുക്കളായിക്കൊള്ളട്ടെ, എന്താണത് പ്രശ്നം? നമുക്ക് അവർ ശത്രുക്കളല്ല എന്ന് നമ്മളോട് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നു. അപ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തത കിട്ടും. നമ്മൾ അവരോട് കൂടുതൽ ഇടപെടപ്പെടുന്നൊന്നുമല്ല, അവരോട് നമുക്ക് ശത്രുത ഇല്ലാതെ വന്നാൽ നമ്മുടെ മനസ്സിന് ശാന്ത കിട്ടും. അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റുള്ളവരോടാണ് ശത്രുത തോന്നുന്നതെങ്കിൽ അവരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് വിചാരിക്കുകയാണ് മനസ്സ്. അവർക്ക് ചിലപ്പോൾ ശത്രുത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ നമ്മുടെ മനസ്സിൽ തന്നെ തോന്നുകയാണ് അവർ ശത്രുവാണ് അല്ലെങ്കിൽ അവരോട് ശത്രുതയാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് വൃശ്ചിക രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ വൃശ്ചിക രാശിക്കാർക്ക് ഉണ്ടാകും. കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ദൈവാധീനമുള്ളൊരു ദിവസമാണ്. ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ അനുകൂലമാണ്. കുടുംബത്തിൽ നിന്ന് പൊതുവെ എല്ലാ കാര്യങ്ങളും ഒരു സപ്പോർട്ടൊക്കെ കിട്ടും. പക്ഷെ തൊഴിൽ മേഖലയിൽ കുറച്ചധികം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് ഈ ദിവസം ഉണ്ടാകാം. ധനുരാശി മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് അനുകൂലമല്ലാത്ത ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ല. ആത്മവിശ്വാസക്കുറവ്, അലസത ഇതൊക്കെ ഉണ്ടാവും. ഒരു പ്രതിരോധ ശക്തി പൊതുവെ കുറവായിട്ട് തോന്നും. എന്നാലും മനസ്സ് അനുകൂലമായിരിക്കും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പൊതുവെ ഉറച്ച അഭിപ്രായത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. കലഹങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം. കടബാധ്യത ഉണ്ടാവാം. എന്നാൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ്. മക്കളുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ധനുരാശിക്കാർ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴിൽ മേഖലയിലൊക്കെ ലഹരി പദാർത്ഥങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പൊതുവെ തൊഴിൽ മേഖല അത്ര അനുകൂലമായ സമയമല്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്കാർക്ക് ശുഭകരമാണ്. എങ്കിലും അവർക്ക് ആത്മവിശ്വാസക്കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമാണ്. അലസതയുള്ള ദിവസമാണ്. ഒരു ദഹനക്കുറവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രതിരോധ ശക്തി കുറവുണ്ടാവും. എങ്കിലും മനസ്സ് പരിപൂർണമായിരിക്കും. മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ളതായിട്ട് അനുഭവപ്പെടും. ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മാതൃസ്ഥാനീയർ അനുകൂലമാണ്. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാവും. കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാവും. മുൻകോപം വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം കേട്ടോ. കാരണം മകരം രാശിക്കാർക്ക് വാക്കുകൾ മൂലം വളരെ നഷ്ടമുണ്ടാകുന്നൊരു ദിവസമായിരിക്കും ഇത്. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടെ വാക്കുകൾ ഉപയോഗിക്കാവും. അശ്രദ്ധമായി എന്തെങ്കിലും പറഞ്ഞിട്ട് നഷ്ടം വന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിൻ്റെ ഒരു പിന്തുണ എല്ലാ കാര്യങ്ങളിലൊക്കെ കിട്ടും. തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല ഇനിയും അനുകൂലമാക്കി കൊണ്ടുവരാവുന്ന ദിവസങ്ങളാണ് തൊഴിലാളികളെയൊക്കെ. അപ്പോൾ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ചിട്ട് തൊഴിൽ മേഖല അനുകൂലമാണെങ്കിൽ, അനുകൂലമല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുക. അനുകൂലമാണെങ്കിൽ ദൈവാധീനം വർദ്ധിപ്പിക്കുക. അത്രയും മതി. ഇനി കുംഭം രാശി. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശി
കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സിന് പൊതുവെ സ്വസ്ഥത കുറവായിരിക്കും. എങ്കിലും ഒന്ന് ശ്രദ്ധിക്കുന്നുവെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുത്താൽ തന്നെ ബാക്കി കാര്യങ്ങൾ ഗുണകരമാണ്. ആ മനസ്സൊന്ന് സ്വസ്ഥാക്കിയാൽ മതി. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അലസതയില്ലാതെ ചെയ്യാൻ കഴിയും. അതേപോലെ സംശയമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ മനസ്സൊന്ന് സ്വസ്ഥാക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ കാര്യങ്ങൾ ഭംഗിയാവും. ഈ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ശ്രദ്ധിക്കണം. ആസ്മ, മാനസിക സ്വസ്ഥ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊന്നും വലിയ കാര്യമായിട്ട് വരാത്ത ഒരു ദിവസമാണ്. കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും. വിദ്യാർത്ഥികൾ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് കഴിയും. ദൈവാധീനം കുറച്ച് കുറഞ്ഞ ദിവസമാണ്. അതുകൊണ്ട് മക്കൾ ഒന്നും അനുകൂലമായിരിക്കില്ല. ദൈവാധീനം ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം. മക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധ കൊടുക്കണം. ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലും അത്ര മേന്മയുള്ളതൊന്നുമല്ല. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ കുംഭം രാശിക്കാർ ഈ ദിവസം ശ്രദ്ധിക്കണം. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി ഒട്ടും അനുകൂലമല്ല. മനസ്സും അനുകൂലമല്ല, ശരീരവും അനുകൂലമല്ല. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല പ്രയാസങ്ങളുണ്ടാവും. ആത്മവിശ്വാസക്കുറവ്, സംശയമൊക്കെ ഉണ്ടാവും. അതേപോലെ നേത്രരോഗങ്ങൾ, പൊള്ളൽ, പ്രതിരോധ ശക്തി കുറവ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലമുള്ള കാര്യങ്ങൾ. മാതൃപ്രതിസ്ഥാനികരുടെ അനുകൂലമില്ലായ്മ, ഒരഭിപ്രായം എടുക്കാൻ കഴിയാതെ വരിക, അതുപോലെ ആസ്മ തുടങ്ങിയ അസുഖമുള്ള അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലം പ്രശ്നങ്ങളുണ്ടാവും. ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടപ്പെട്ടവരും സഹോദരങ്ങളുമൊക്കെ ആയിട്ട് കലഹവും ഒക്കെ ഉണ്ടാവും. കടബാധ്യത വരും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അശ്രദ്ധമായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് വല്ല വാഹനത്തിലൊക്കെ കയറിയൊക്കെ ഓടിക്കുകയൊക്കെ ചെയ്തിട്ട് ലഹരിയൊക്കെ ഉപയോഗിച്ച് ഓടിച്ചിട്ട് അപകടം ഉണ്ടാവരുത്. ഒരു കാരണവശാലും മീനൻ രാശിക്കാർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ കർമ്മമണ്ഡലങ്ങളിൽ പോകരുത്. വീട്ടിലേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. വാക്കുകൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. ദൈവാധീനം ഒട്ടുമില്ല. അംഗീകാരങ്ങൾ മറ്റുള്ളൊന്നും ലഭിക്കില്ല. രോഗങ്ങൾ, കഫരോഗങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. കേസൊക്കെ ഈ ദിവസം വന്നിട്ടുണ്ടെങ്കിൽ അത്ര മേന്മയുള്ളതായിക്കൊള്ളണമെന്നില്ല. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിലൊന്നും അനുകൂലമല്ല. തൊഴിലാളികൾ, സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ, ഇതൊന്നും അനുകൂലമല്ലാത്ത ദിവസമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി തൊഴിൽ മേഖലയൊക്കെ സമീപിക്കാൻ മീനം രാശിക്കാർ ശ്രദ്ധിക്കണം. ഇത് ഒരു പൊതുഫലമാണ്, ആരുടെയും ജാതക ഫലമൊന്നുമല്ല. കാരണം ഒരാളുടെ വ്യക്തിപരമായ ഫലങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമൊക്കെ വെച്ച് നോക്കിയാലേ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു പൊതു നിർദ്ദേശമായിട്ട് നിങ്ങൾ സ്വീകരിക്കാം ദിവസവും. എന്നിട്ട് ഇതിനകത്ത് ദോഷങ്ങൾ പറയുന്ന സമയത്ത് കാര്യങ്ങളിലോ ദോഷങ്ങൾ വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കാം. അതിൽ അലർട്ടാവുക എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചാൽ പല ദോഷങ്ങളെയും നമ്മളുടെ ശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളെ ഇല്ലാതാക്കാൻ കഴിയും. അങ്ങനെയുള്ള ദോഷങ്ങളെങ്കിലും കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങൾക്കായിട്ട് നൽകുന്നത്. ആ ഒരു ഉദ്ദേശത്തെ മനസ്സിലാക്കി നിങ്ങൾ ഈ പോസ്റ്റിനെ സമീപിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പോസ്റ്റ് വളരെ ഗുണം ചെയ്യും എല്ലാ ദിവസവും. അപ്പോൾ എല്ലാവർക്കും നമസ്തേ. എന്താ കമൻറ്റ് ചെയ്യുക എല്ലാവരും കേട്ടോ. എല്ലാവർക്കും നമസ്തേ.